KSRTCയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ അവർ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ഹാഹാ കോൾ അടിച്ചല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ഓഫർ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന അദ്ദേഹം നേരത്തെ നടത്തുകയുണ്ടായി. ഏതായാലും ആ പ്രസ്താവനയ്ക്കായി ജീവനക്കാരും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാം കാത്തിരിക്കുമ്പോഴാണ് ആ പ്രസ്താവന മന്ത്രി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് കവി എ അയ്യപ്പൻ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കവി എ അയ്യപ്പൻ, അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് എഴുതപ്പെട്ട ഒരു കവിതയാണ് അത്താഴം. അത്താഴം എന്ന കവിതയ്ക്കകത്ത് ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒരു വരിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണത്, മരിച്ചു പോയവൻ ജീവിച്ചിരിക്കുന്നവർക്ക് വായ്ക്കരിയിടുന്നു എന്നുള്ളതാണ്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് വായ്ക്കരിയിട്ട് മരിച്ചു പോകുന്നവർ എന്നാണ് ആ കവിതയിലെ ആ വാക്യം. ഏതാണ്ട് അതുപോലെ തന്നെയാണ് മരിക്കുന്ന ഓരോ KSRTC ജീവനക്കാരനും 1 കോടി രൂപ ലഭ്യമാക്കത്തക്ക രീതിയിലുള്ള ഇൻഷുറൻസ് SBIയുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്നു. ഏതായാലും നിരന്തരമായി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഈ കഴിഞ്ഞ 4-5 കൊല്ലം കൊണ്ട് തന്നെ 400, 400 ചില്ലുവാൻ 500-ന് മുകളിലോട്ടുള്ള ആളുകളുടെ എണ്ണം എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ 3 ദിവസത്തിൽ ഒരു KSRTC ജീവനക്കാരൻ മരിക്കുന്ന മാസങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായി. അങ്ങനെ അതിഭീകരമായ രീതിയിൽ ആ മരണസംഖ്യ ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. മാധ്യമങ്ങളെല്ലാം അത് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഒരു കാര്യം മന്ത്രി പറയുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഏതായാലും വളരെ നല്ലൊരു കാര്യമാണ്. മരിച്ചു പോകലിൽ അനാഥരാക്കപ്പെടുന്നു. ഇപ്പോൾ നിലവിൽ KSRTC സംബന്ധിച്ചിടത്തോളം മരിച്ചു പോയവർക്ക് ആശ്രിത നിയമനമില്ല. ആശ്രിത നിയമനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ താൽക്കാലികക്കാരായിട്ട് വേണമെങ്കിൽ കയറിക്കോണം. അല്ലാതെ മറ്റു വിഭാഗങ്ങൾ ഉള്ളതുപോലെ ഡിപ്പാർട്ട്മെന്റിലുള്ളതുപോലെ മരിച്ചവർക്ക് ഒരു ആശ്രിത നിയമനമില്ല എന്നുള്ളത് KSRTCയിൽ ഒരു ഇതായിട്ട് വന്നിരിക്കുക. അതല്ല ഈ ഭരണകാലത്തിന്റെ പ്രത്യേകതകളായിട്ടുണ്ടായിട്ടുള്ള സംഗതികളാണ്. ഏതായാലും മരിച്ചു പോയവർക്ക് 1 കോടി രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയോടൊപ്പം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയിലെ ചില കള്ളത്തരങ്ങളുണ്ട്. ഏതായാലും ഈ പദ്ധതി നല്ലതാണ്. ഞാൻ മരിച്ചാലും വീട്ടുകാർക്ക് 1 കോടി രൂപ കിട്ടുമെങ്കിൽ എൻ്റെ മരണക്കടകയിൽ എനിക്ക് ഭയമില്ലാതെ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്താണെന്നുള്ള ആശങ്കയില്ലാതെ തന്നെ മരിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്ക് വായ്ക്കരിയിട്ട് മരിച്ചു പോകുവാൻ കവി എ അയ്യപ്പൻ പറഞ്ഞതുപോലെയുള്ള ഭാഗ്യം ഇപ്പോൾ KSRTC ജീവനക്കാർക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയാണ് നമ്മൾ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കിടക്കുന്നത്. രണ്ടാമത് അതോടൊപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഇൻഷുറൻസ് സ്കീം. ഈ ഇൻഷുറൻസ് സ്കീം SBI നൽകുന്ന ഇൻഷുറൻസ് സ്കീമിൽ ജീവനക്കാർ 2000 ചില്ലുവാൻ രൂപയുടെയും 1900 ചില്ലുവാൻ രൂപയുടെയും 2 സ്കീമുകളാണുള്ളത്. ഈ സ്കീമിൽ ഒന്നിന് 1900 രൂപ ചില്ലറയാണ് ഇതിന്റെ ഒരു സ്കീമിലുള്ളത്. ആ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷം രൂപ വരെ, 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 15 ലക്ഷം രൂപ വരെ ജീവനക്കാർക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ലഭ്യമാകും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 3 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ എന്നുള്ള രണ്ടാമത്തെ സ്കീം. അത് 2400 ചില്ലുവാൻ രൂപ അടച്ചുകൊണ്ട് ആ സ്കീമിൽ ജീവനക്കാരുടെ ഭാര്യയ്ക്ക് 2 മക്കൾക്ക് ചേരുന്ന ഒരു സ്കീമുമാണ് വെച്ചിരിക്കുന്നത്. അത് ഈ സ്കീമിന്റെ ഒരു പ്രശ്നം, ഈ സ്കീം ഇതേ രീതിയിലുള്ള സ്കീമുകൾ മറ്റൊരു ഒട്ടനവധി ഈ തുക അടയ്ക്കാതെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഒന്നാമതായി ഈ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഈ SBIയുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്ന് അവിടെ ഒരു ക്ലാസ് നടത്തിക്കൊണ്ടായി. ഞാൻ ആ ക്ലാസ്സിൽ പോയി പങ്കെടുത്തു. അപ്പോൾ അത് വിശദീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ധാരണ ഇരിക്കുന്നത് എന്താണ്, ഈ 2 ലക്ഷം രൂപ വരെ, 2 ലക്ഷം രൂപ വരെയുള്ള യാതൊരു ചികിത്സകൾക്കും ഈ പണമില്ല. ഇത് 2 ലക്ഷം രൂപയ്ക്ക് മേളിലേക്ക് ഇപ്പൊ 3 ലക്ഷം രൂപ ആയി എന്ന് കൂട്ടുക. അപ്പോഴും ഈ 2 ലക്ഷം കഴിഞ്ഞിട്ടുള്ള 1 ലക്ഷത്തിന് മാത്രമേ ഈ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത. അപ്പോൾ എന്താണ്, ഇതൊരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പദ്ധതി മാത്രമാണ്. ഈ 2 ലക്ഷം രൂപ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോണം. ഇനി ഇത് SBIയുടെ ഡയറക്ടറല്ല, SBI ബജാജ് അലയൻസുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ആണ് മന്ത്രി പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപന വേളയിൽ അദ്ദേഹം അത് പറയാൻ മറന്നുപോയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ആഹാ ഓഹോ എന്നുള്ള വർത്തമാനങ്ങൾ പറയും എന്ന് പറയുക. ഇവിടെ ഇതേ സ്കീം തന്നെ KSRTC ഇടയ്ക്ക് SBIയിൽ നിന്നും മാറിക്കൊണ്ട് ബാങ്ക് ഓഫ് ബറോഡയുമായി ചേർന്നുകൊണ്ട് ഒരു ഈ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ അക്കൗണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ബിജു പ്രഭാകരന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ബാങ്ക് ഓഫ് ബറോഡ മുമ്പോട്ട് വെച്ച സ്കീമിൽ ഇതിലും മനോഹരമായ ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ സ്കീമിനെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്, ചില ആളുകൾക്ക് ഇവിടെ താറ് കൊടുത്തെന്നൊക്കെയുള്ള ആരോപണം ഉണ്ടാകുകയും, താറ് ജീപ്പ് അത് കൊടുത്തെന്നുള്ള ആരോപണം ഉണ്ടാകുകയും, അങ്ങനെ ബാങ്ക് ഓഫ് ബറോഡ
ആയിട്ടുള്ള ആ ഇത് വേണ്ടാന്ന് വെക്കുകയും SBI പിന്നീട് അന്നത്തെ അംഗീകൃത ട്രേഡ് യൂണിയൻ നേതാക്കളെ വിളിച്ചുകൊണ്ട് മാനേജ്മെന്റിനെ വിളിച്ചുകൊണ്ട് ചായ സൽക്കാരമൊക്കെ നടത്തുകയൊക്കെ ചെയ്തൊരു കാര്യം നേരത്തെ ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ ബാങ്ക് ഓഫ് ബറോഡ ഇതിലും നല്ലൊരു ഓഫറുകൾ വെക്കുകയും ഇപ്പോൾ ഈ 1 കോടി എന്നുള്ളതില്ലായിരുന്നു, 60 ലക്ഷമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ മെഡിസെപ്പ് പദ്ധതി പോലെയുള്ള ഒരു മെഡിക്ലെയിം ജീവനക്കാർക്ക് ആശ്വാസകരമായി ഇത് കിട്ടുമായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് SBI ഈ ഒരു പദ്ധതിയിലേക്ക് ബജാജ് അലയൻസ് നമ്മൾ നേരിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും തുകയില്ല. ഇനി നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ട് ഇത്തരം ഇൻഷുറൻസ് പദ്ധതിക്ക് 700 ചില്ലുവാനും രൂപയുള്ളൂ, 1900 രൂപ ഇവിടെ കൊടുക്കുന്നത്. ഏതായാലും ജീവനക്കാർക്ക് ഇതൊരു നല്ല കാര്യമാണ്. ആ കാര്യത്തിലോട്ട് ഞാൻ വേറെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇത് ഈ പദ്ധതി നേരത്തെ ഇതിലും നല്ല ഓഫറുകൾ ഉണ്ടായിട്ട് അത് ലഭ്യമാക്കാതെ ഇപ്പോൾ ഇത് ആഹാ ഓഹോ എന്ന് പറയിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. KSRTCയുടെ റീഇംബേഴ്സ്മെന്റ് പദ്ധതി, ആ റീഇംബേഴ്സ്മെന്റ് ശമ്പള പരിഷ്കരണ കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന റീഇംബേഴ്സ്മെന്റ് കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അത് നൽകുവാൻ കോർപ്പറേഷന് കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് കോർപ്പറേഷൻ ഈ പണിയിലൂടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ റീഇംബേഴ്സ്മെന്റ് പദ്ധതിക്ക് റീഇംബേഴ്സ്മെന്റ് നൽകാതിരിക്കാൻ മറ്റൊരു പദ്ധതിയുമായി കോർപ്പറേഷനും അന്നത്തെ അംഗീകൃത ട്രേഡ് യൂണിയനുകളും എല്ലാം വന്നിരുന്നു. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ട്രസ്റ്റി ആയിക്കൊണ്ടുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. അവിടെ ജീവനക്കാരുടെ കയ്യിൽ നിന്നും മാസം 200, 300 തുടങ്ങിയ ക്രമപ്രകാരം തുക മേടിക്കുന്നു. അത് ഞാൻ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരോട് വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നതാണ്. അപ്പോൾ ഈ പദ്ധതി ഇപ്പം നിലവിൽ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടുന്ന എൻ്റെ വീട്ടിലോട്ട് കിട്ടുന്നു, എനിക്ക് പണക്കമില്ല, തർക്കമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം. ഒരു പെൺകുട്ടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്ന KSRTC ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള ഒരു വോയിസാണ്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം കേട്ടു. വളരെ നല്ല കാര്യം. ഒരു ജീവനക്കാരൻ മരിച്ച ആ കുടുംബത്തിന് ആനുകൂല്യം കിട്ടണം എന്നുള്ളത് ഒരു തർക്കവും ഇല്ല. ഞാനൊരു KSRTC ഡ്രൈവറുടെ മകളാണ്. ഞാനിപ്പോൾ MBA ഏവിയേഷൻ മാംഗ്ലൂർ പഠിക്കുകയാണ്. എൻ്റെ അച്ഛൻ എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കാൾ എനിക്ക് വലുത് എൻ്റെ അച്ഛനാണ്. അതിനാൽ എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്, എൻ്റെ അച്ഛൻ പണിയെടുക്കുമ്പോൾ നൽകേണ്ട കൂലിയും ആനുകൂല്യങ്ങളും കൃത്യമായി കൊടുക്കുക. അതിനുശേഷം മതി മരിച്ചതിൻ്റെ ആനുകൂല്യം. ഇപ്പോൾ ഈ വോയിസിൽ ഈ പെൺകുട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന്, എൻ്റെ അച്ഛന് നൽകുവാനുള്ള ആനുകൂല്യങ്ങളും നൽകുവാനുള്ള തുകയും ശമ്പളവും കൃത്യമായി നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കുടുംബങ്ങളിലും ആഗ്രഹിക്കുന്നതാണ് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ KSRTC ജീവനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ, ഈ ആശുപത്രിയിൽ കിടക്കുന്നു, നമ്മുടെ സാധാരണ ഇൻഷുറൻസിന്റെ കാർഡ് പോലെ കാണിച്ചിട്ട് നമുക്ക് ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആദ്യത്തെ ഈ 2 ലക്ഷം രൂപ വരെയുള്ള കാര്യങ്ങൾക്ക് മറ്റു വഴികൾ തേടേണ്ടതായിട്ട് വരുന്നു. ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട്. ഈ ഇൻഷുറൻസ് പദ്ധതി കൊട്ടിഘോഷിക്കപ്പെട്ടതുപോലെ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ മന്ത്രി കൊട്ടിഘോഷിക്കപ്പെട്ട പോലെ അത്രയ്ക്ക് മെച്ചപ്പെട്ടതല്ല, അത്രയ്ക്ക് സുതാര്യവുമായിട്ടുള്ളതല്ല. ഇത് ബജാജ് അലയൻസുമായി ചേർന്നുകൊണ്ടുള്ളതാണ്. ഏതായാലും പദ്ധതി പ്രഖ്യാപിച്ചതിൽ മന്ത്രിയോട് നന്ദി പറയുന്നു. കാരണം മരിക്കുന്ന ജീവനക്കാരൻ, അവന്റെ കുടുംബം അനാഥമാകാതെ, ജീവിച്ചിരിക്കുന്ന ജീവനക്കാർ തന്നെ പിച്ചച്ചട്ടി എടുക്കുന്നതാണ്. ഒരു അസുഖം വന്നാൽ ഫ്ലെക്സ് അടിച്ച് വെച്ച് ഭിക്ഷയെടുക്കേണ്ട ഗതികേടിലേക്കാണ് KSRTC ജീവനക്കാർ എത്തിയിരിക്കുന്നത്. ഏതായാലും മരിക്കുന്ന ഒരു കുടുംബത്തിന് ആ തുക കിട്ടുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ പറയുന്നതക്ക ആ ആശ്ചര്യവും അത്ഭുതവും ആ ഇതുമൊന്നും ഈ പദ്ധതിക്കില്ല എന്നുള്ളത് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ആ പദ്ധതിയിൽ ചേരേണ്ടതാണ്. നിലവിൽ നമുക്ക് ശമ്പളം വരുന്ന അക്കൗണ്ടിൽ ഈ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് എല്ലാ ജീവനക്കാരും ഓൾറെഡി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബാങ്ക് അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നന്ദി. Thank you.